നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. കിഡ്നി സ്റ്റോൺ അഥവാ വൃക്കയിൽ ഉണ്ടാവുന്ന കല്ല്, ഇതിൻ്റെ ലക്ഷണങ്ങളും കാരണങ്ങളും എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. എന്താണ് വൃക്കയിലെ കല്ലുകൾ എന്ന് നമുക്ക് നോക്കാം. ശരീരത്തിന് വളരെ അത്യാവശ്യം വേണ്ട ഘടകങ്ങളാണ് മിനറൽസും ലവണങ്ങളും എല്ലാം തന്നെ. ഇവ ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ ഉപയോഗിച്ച് ബാക്കിയുള്ളത് വൃക്കകൾ ഫിൽറ്റർ ചെയ്തെടുത്ത് യൂറിനിലൂടെ ശരീരത്തിൻ്റെ പുറത്തേക്ക് പുറന്തള്ളുകയാണ് സാധാരണ ചെയ്യാറ്. ഈ സമയത്ത് കാൽസ്യം, ഫോസ്ഫേറ്റ്, ഓക്സലേറ്റ്, യൂറിക് ആസിഡ് തുടങ്ങിയ ലവണങ്ങളുടെ ചെറിയ തരികൾ കിഡ്നിയിൽ പരലുകളായിട്ട് രൂപപ്പെടും. ഇത്തരം പരലുകൾ കൂടുതൽ എണ്ണം ഒന്നിച്ചു ചേർന്ന് പതുക്കെ വലിപ്പം കൂടി കട്ടിയേറിയ ഒരു വസ്തുവായിട്ട് മാറും. ഇവ വൃക്കകളിൽ രൂപപ്പെട്ട് മൂത്രവാഹിനി കുഴലിലേക്കും മൂത്രസഞ്ചിയിലേക്കും ഒക്കെ എത്താൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ വൃക്കകളിലോ മൂത്രവാഹിനി കുഴലിലോ മൂത്രസഞ്ചിയിലോ കാണപ്പെടുന്ന കട്ടിയേറിയ വസ്തുക്കളെയാണ് കല്ലുകൾ എന്ന് പൊതുവെ പറയുന്നത്. ചെറിയ പരലുകൾ ആണെങ്കിലും അവ യൂറിനിലൂടെ പുറത്തേക്ക് പോകും. എന്നാൽ ഈ പരലുകൾക്ക് വലിപ്പം കൂടുന്തോറും അത് പുറന്തള്ളാൻ കുറച്ച് പാടായിരിക്കും. അപ്പോഴാണ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. വേദനയാണ് പ്രധാനപ്പെട്ട ലക്ഷണം കിഡ്നി സ്റ്റോണിൻ്റെ. പെട്ടെന്ന് പിൻഭാഗത്ത് വാരിയെല്ലുകളുടെ താഴെ നിന്നും അടിവയറ്റിലേക്ക് വേദന പടർന്നു കയറും. മൂത്രത്തിൻ്റെ അളവ് കുറയുക, കല്ല് മൂത്രവാഹിനിക്കുഴലിലും മറ്റും ഉയരുന്നത് മൂലം മുറിവുകൾ ഉണ്ടാവാനും മൂത്രത്തിൽ രക്തം കണ്ടുവരാനും സാധ്യത കൂടുതലാണ്. മൂത്രാണുബാധയ്ക്കും അപൂർവമായി വൃക്കകളുടെ പ്രവർത്തന തകരാറിനും കല്ലുകൾ കാരണമാവാറുണ്ട്. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ രോഗം ഗുരുതരാവസ്ഥയിലേക്ക് മാറും. അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ പനിയും വിറയലും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കല്ലിൻ്റെ വലിപ്പം, ആകൃതി, കല്ല് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്നിവയനുസരിച്ച് ലക്ഷണങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടുവരാം. കല്ലുകൾ പല തരത്തിലുണ്ട്. ഓരോ രാസഘടനയിലെ വ്യത്യാസങ്ങൾക്കനുസരിച്ചാണ് ഇവയെ നമ്മൾ തരംതിരിക്കുന്നത്. കാൽഷ്യം സ്റ്റോൺസ്, യൂറിക് ആസിഡ് സ്റ്റോൺസ്, സ്ട്രൂവൈറ്റ് സ്റ്റോൺസ്, സിസ്റ്റീൻ സ്റ്റോൺസ് എന്നിവയാണ് പ്രധാനപ്പെട്ടത്. വേദനയുണ്ടാകുമ്പോൾ മാത്രമാണ് പലരും കിഡ്നി സ്റ്റോൺ ഉള്ള കാര്യം തന്നെ തിരിച്ചറിയുന്നത്. വൃക്കയിൽ പരലുകൾ രൂപപ്പെടാൻ കൂടുതൽ സമയമെടുക്കാറുണ്ട്. എന്നാൽ പരലുകൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒന്നിച്ചുകൂടി കട്ട പിടിക്കുന്നതിനും വലിപ്പം വെക്കുന്നതിനും വളരെ ഈസി ആയിട്ട് സ്പീഡിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ കല്ല് കണ്ടെത്തിയാൽ ഇടയ്ക്കിടെ പരിശോധിച്ച് കല്ലിൻ്റെ വലിപ്പം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ചെറിയ കല്ലാണെങ്കിലും ചികിത്സിക്കാതെ വിട്ടുകളയരുത്. കൃത്യമായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ കിഡ്നി തകരാറിലാവുന്നതിന് കാരണമാവാറുമുണ്ട്. വൃക്കയിൽ കല്ലുണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. വെള്ളം കുടിക്കുന്നതിലെ കുറവാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് കല്ല് പെട്ടെന്ന് ഫോം ചെയ്യാനുള്ള ഒരു കാരണമാണ്. കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ ലവണങ്ങളുടെ ചെറിയ തരികൾ കൂടിച്ചേർന്ന് പരലുകൾ രൂപപ്പെടും. എന്നാൽ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുമ്പോൾ മൂത്രത്തിൻ്റെ കട്ടി കുറയും, പരലുകൾ ഒന്നിച്ചു ചേരാനുള്ള സാധ്യതയും കുറയും. അത് കല്ലുണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കും. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ മൂത്രത്തിന് കട്ടിയേറും. ഇത് പരലുകൾ പെട്ടെന്ന് കൂടിച്ചേരാൻ കാരണമാവാറുണ്ട്. ചൂട് കാലാവസ്ഥയിൽ ചൂട് കൂടുമ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറയുകയും കട്ടി കൂടുകയും ചെയ്യുന്നു. ഇത് കല്ലുണ്ടാവാനുള്ള സാധ്യതയും കൂട്ടുന്നു. അതുകൊണ്ട് ചൂടുള്ള കാലാവസ്ഥയിൽ വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം കുടിക്കുമ്പോൾ കല്ല് ഫോം ചെയ്യാനുള്ള സാധ്യതയും കുറയും. അതുപോലെ വൃക്കയിൽ ധാതു ലവണങ്ങളുടെ പരലുകൾ രൂപപ്പെടാൻ ചില ഘടകങ്ങൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ പരലുകൾ രൂപപ്പെടുന്നത് തടയാൻ സഹായിക്കുന്ന മറ്റ് ചില ഘടകങ്ങളും വൃക്കയിലുണ്ട്. ഇത്തരത്തിൽ പരലുകൾ രൂപപ്പെടുന്നത് തടയാൻ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് സിട്രേറ്റ്, മാഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ. പക്ഷേ കാൽസ്യം, ഫോസ്ഫേറ്റ്, ഓക്സലേറ്റ്, യൂറിക് ആസിഡ് തുടങ്ങിയവയൊക്കെ കല്ലുകൾ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഇവയുടെ ഏറ്റക്കുറച്ചിലുകളും കല്ല് രൂപപ്പെടാൻ കാരണമാവാറുണ്ട്. ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. മാംസാഹാരം കഴിക്കുന്നതിൻ്റെ അളവ് കൂടുന്നത് കല്ലുണ്ടാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാറുണ്ട്. ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ കൂടുതൽ അനിമൽ പ്രോട്ടീൻ എത്തിച്ചേരുന്നത് ഓക്സലേറ്റ് സ്റ്റോൺസ് അല്ലെങ്കിൽ യൂറിക് ആസിഡ് സ്റ്റോൺസ് ഇവയൊക്കെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ചില രോഗാവസ്ഥകളും കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നതിന് കാരണമാവാറുണ്ട്. ശരീരത്തിൽ നിന്നും കാൽഷ്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഹൈപ്പർ കാൽസിയൂറിയ എന്ന അവസ്ഥ. അതുപോലെ തന്നെ റീനൽ ട്യൂബുലാർ അസിഡോസിസ്, ഹൈപ്പർ പാരാതൈറോയിഡിസം ഇങ്ങനെയുള്ള രോഗങ്ങൾ കല്ല് രൂപപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. വൃക്കയിലെ കല്ലുകളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ചെയ്യേണ്ട ടെസ്റ്റുകളാണ് എക്സ്റേ, അതുപോലെ അൾട്രാസൗണ്ട് സ്കാനിങ്. ഇവയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. കാൽസ്യം സ്റ്റോൺസ് ആണെങ്കിൽ എക്സ്റേയിൽ കാണാൻ സാധിക്കും. എന്നാൽ യൂറിക് ആസിഡ് സ്റ്റോൺസ് എക്സ്റേയിൽ കാണാൻ സാധിക്കത്തില്ല. CT സ്കാനിൽ ആണെങ്കിൽ ഭൂരിഭാഗം തരം കല്ലുകളും കാണാൻ സാധിക്കും.
കല്ല് മൂലം മൂത്രവാഹിനി കുഴലിൽ തടസ്സമുണ്ടായാൽ അതിൻ്റെ മുകൾ ഭാഗം വീർക്കുന്ന ഹൈഡ്രോനെഫ്രോസിസ് എന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഈ പ്രശ്നം കണ്ടെത്താൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ചെയ്യുന്നത് നന്നായിരിക്കും. വൃക്കയിൽ കല്ലുണ്ടാകുന്നത് അണുബാധയ്ക്ക് കാരണമാവാറുണ്ട്. അണുബാധ തിരിച്ചറിയാൻ രക്തപരിശോധന ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവഴി യൂറിക് ആസിഡ്, കാൽസ്യം എന്നിവയുടെ അളവും അറിയാനാകും. യൂറിനിൽ അണുബാധയുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനായിട്ട് യൂറിൻ കൾച്ചർ ചെയ്യണം. ചിലരിൽ കല്ല് മൂത്രവാഹിനിക്കുഴലിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ യൂറിനിലൂടെ ബ്ലഡ് വരുന്നതായിട്ട് കാണാം. ഇതിനെ മൈക്രോസ്കോപ്പിക് ഹിമച്യൂറിയ എന്നാണ് പറയപ്പെടുന്നത്. പൊതുവെ 5 മില്ലിമീറ്റർ വരെ വലുപ്പമുള്ള കല്ലുകളാണെങ്കിൽ അവ യൂറിനിലൂടെ പോകാൻ 50% സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. ഒപ്പം കല്ലുണ്ടാക്കാൻ കാരണമാകുന്ന ചിലതര ഭക്ഷണങ്ങളുണ്ട്, അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പ്രമേഹം കൺട്രോൾ ചെയ്യാത്തവരും വൃക്കയിൽ കല്ലുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. വൃക്കയിലെ കല്ലിനെ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. വൃക്കകൾ തകരാറിലാവാൻ ഇത് കാരണമാകും. രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്: ഡീഹൈഡ്രേഷൻ വരാതെ നോക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഇലക്ട്രോലൈറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, അതുപോലെ കൂടുതലായിട്ട് ഉപ്പ് കഴിക്കുന്നത് കുറയ്ക്കുക. കാരണം ഉപ്പ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലാണ്. കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ പൊതുവെ റെഡ് മീറ്റ്, ചെമ്മീൻ, കക്ക, കല്ലുമ്മക്കായ, ചീര, തക്കാളി, സവോള, കട്ടൻ ചായ, നട്ട്സ് എന്നിവയുടെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക. സ്റ്റോൺ ഇരിക്കുന്നതിൻ്റെ സ്ഥാനം, തടസ്സത്തിൻ്റെ തോത്, പഴുപ്പിൻ്റെ സാന്നിധ്യം ഇവയൊക്കെ അനുസരിച്ചാണ് പെയിൻ ഉണ്ടാവുക. ചിലപ്പോൾ ചില കല്ലുകൾ പ്രത്യേക ആകൃതിയൊന്നുമില്ലാതെ പരലുകളായിട്ട് തന്നെ കാണപ്പെടും. അപ്പോൾ അവയുടെ അറ്റങ്ങൾ ചിലപ്പോൾ കൂർത്തിരിക്കും. അവ കടന്നു പോകുന്ന ഭാഗത്തെല്ലാം മുറിവേൽപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മൂത്രവാഹിനി കുഴലിൻ്റെ ഇടുങ്ങിയ ഭാഗത്ത് ഇവ കുടുങ്ങിപ്പോവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അവിടെ കടുത്ത വേദന ഉണ്ടാവാം. ഈ പ്രശ്നങ്ങളെല്ലാം വൃക്കയുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കും. വൃക്കയിലേക്കുള്ള രക്തപ്രവാഹം കുറയാനും ഇത് കാരണമാവാറുണ്ട്. അങ്ങനെ ഇത് വൃക്കയുടെ പ്രവർത്തനം തകരാറിലാക്കുന്നതിന് കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ വൃക്കയിൽ ഉണ്ടാകുന്ന കല്ലുകൾ അഥവാ കിഡ്നി സ്റ്റോൺ ഒരിക്കലും നിസ്സാരമായിട്ട് കാണേണ്ട ഒന്നല്ല. കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുവേണ്ട ചികിത്സകൾ എടുക്കുക തന്നെ വേണം. നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.